ുണ്ട്. ആരാ ഇതിന് കുറ്റക്കാര്? നമുക്ക് വേണ്ട താല്പര്യമുള്ള ഭാഷകളൊക്കെ നമ്മൾ നേടിയെടുക്കുന്നില്ലേ? നമുക്ക് ഈ ദുനിയാവിലെ സൗകര്യങ്ങൾ കൂടും എന്ന് വന്നാൽ, ഇവിടെയുള്ള ശമ്പളത്തിന്റെ എമൗണ്ട് ഉയരും എന്ന് വന്നാൽ, നമുക്കിവിടെ പ്രമോഷൻ കിട്ടും എന്ന് വന്നാൽ, നമുക്ക് മെരുങ്ങാത്ത ഏത് ഭാഷയും എത്ര ദിർഹമും കൊടുത്തിട്ട് പഠിക്കാൻ നമ്മൾ സന്നദ്ധരല്ലേ? അതേ അവസരത്തിൽ റബ്ബ് സുബ്ഹാനഹു പറയുന്ന ഖുർആനൻ അറബിയ്യാ, അറബി ഭാഷയിലുള്ള ശുദ്ധമായ അറബിയിലുള്ള പരിശുദ്ധ ഖുർആൻ, അതൊന്ന് തെറ്റുകൂടാതെ വായിക്ക് മനുഷ്യ. നിന്റെ മരണാനന്തര ജീവിതത്തിന് അത് ആവശ്യമാണ്. നിന്റെ ഖബർ ജീവിതം സ്വസ്ഥമാകണ്ടേ? നിന്റെ ആഖിറത്തിൽ നിനക്ക് സ്വർഗം കിട്ടണ്ടേ? അവിടെ നിനക്ക് നല്ല ഭക്ഷണം വേണ്ടേ? അവിടെ നിനക്ക് നല്ല കുടുംബങ്ങളെ കിട്ടണ്ടേ? അവിടെ നിനക്ക് സ്വൈരമുള്ള ജീവിതം വേണ്ടേ? അവിടെ നിനക്ക് സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കേണ്ടതില്ലേ? എങ്കിൽ നീ ഖുർആൻ ഒന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വായിക്കാൻ പോലും അറിയാത്ത മുസ്ലിമീങ്ങളല്ലേ വളർന്നു വരുന്നത്? പ്രത്യേകിച്ച് വളർന്നു വരുന്ന ചെറുപ്പക്കാരിൽ ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? ആരെയാണ് ആക്ഷേപിക്കേണ്ടത്? സ്വന്തത്തോട് തന്നെ ചോദിക്കുക. ഈ പറയുന്നത് കാര്യമല്ലേ? ഈ മിമ്പറിൽ നിന്ന് ഞാൻ ഇന്ന് കേട്ടത് ശരിയല്ലേ? എനിക്ക് എന്റെ മാർഗദർശനത്തിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ള അറബിയിലുള്ള പരിശുദ്ധ ഖുർആൻ അതൊന്ന് തെറ്റുകൂടാതെ വായിക്കാൻ പോലും അറിയാത്ത ഒരു വിഡ്ഢിയായി പോയല്ലോ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു പറയാനും, അതൊന്ന് എനിക്ക് പഠിക്കണം എന്ന ആശയോടുകൂടി അത് പഠിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ആരായാനും മുസ്ലിമീങ്ങൾക്ക് സമയമായിട്ടില്ലേ? ഇനിയും ഈ സങ്കടവും ഈ ദുഃഖവും ഒക്കെ നമുക്ക് നാളെ മഹ്ശറിൽ ചെന്നിട്ട് മതിയോ? മരണനേരത്ത് നമ്മൾ വിരൽ കടിച്ചാൽ മതിയോ? ഖബർ ജീവിതത്തിലെ ശിക്ഷകളുടെ നേരത്ത് മടക്കത്തിന് കൊതിച്ചാൽ മതിയോ? അത് നടക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എന്റെ ബഹുമാന്യരായ ശ്രോതാക്കളോട് മുഴുവൻ പറയാനുള്ളത്, നിങ്ങൾ അറബി ഭാഷയുടെ ഉച്ചാരണങ്ങൾ മുതൽക്ക് പഠിക്കണം. നിത്യജീവിതത്തിലെ ദിക്റുകളും ദുആകളും പറയണമെങ്കിൽ അറബി അറിയണ്ടേ? ഒരു മുസ്ലിം രാവിലെ എഴുന്നേൽക്കുന്നത് മൃഗം തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കും പോലെയല്ലല്ലോ. അവൻ എഴുന്നേൽക്കുമ്പോൾ പോലും പറയുന്നത് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ഒരു ചെറിയ മരണത്തിലായിരുന്നല്ലോ ഞങ്ങളൊക്കെ. ആ മരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകിയ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും, നിന്നിലേക്കാണ് മടങ്ങി വരേണ്ടത് എന്നിങ്ങനെ മരണത്തെ സംബന്ധിച്ചും ഖബറിൽ കിടക്കേണ്ടതിനെ സംബന്ധിച്ചും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വിചാരണ നാളിൽ മഹ്ശറിലേക്ക് പോകേണ്ട രംഗത്തെ സംബന്ധിച്ചുമൊക്കെ ഓർമ്മിച്ചുകൊണ്ടാണല്ലോ ഒരു മുസ്ലിം തന്റെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അവിടെ മുതൽക്ക് രാത്രി അതേ ബെഡിലേക്ക് തന്നെ ഉറങ്ങാൻ വരുവോളം, ഉറക്കം പിടിക്കുവോളവും അവന് ചൊല്ലാനുള്ള എത്രയോ ദിക്റുകളും ദുആകളും ഉണ്ട്. ഏത് ഭാഷയിലാ? ഏത് ഭാഷയിലാ? അതൊക്കെ ഇംഗ്ലീഷിൽ ചൊല്ലിയാൽ മതിയോ? മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? പറയാൻ കഴിയില്ലല്ലോ നമുക്കത്. ഉച്ചാരണങ്ങളോടും പദങ്ങളോടും നീതി പുലർത്തിക്കൊണ്ട് നിനക്കത് പറയണമെങ്കിൽ നീ അറബിയത്ത് ഭാഷ പഠിച്ചേ പറ്റൂ. അല്ലെ പറയാൻ കഴിയൂല. ഇംഗ്ലീഷിൽ ലിപി ഇങ്ങനെ എഴുതിയിട്ട് നിനക്ക് പറയാം, പക്ഷെ അറബി ഭാഷയിൽ പറഞ്ഞ പ്രതിഫലം, ആ അക്ഷരങ്ങളോട് കൂറു പുലർത്തലും നീതി പുലർത്തലും നിനക്ക് സാധ്യല്ല. കാരണം ഇതിലെ വാദും ഐനും ഗൈനുമൊന്നും ഒരു ഭാഷക്കും വഴങ്ങുന്നതല്ല. ഒരു ഭാഷയിലും നിനക്ക് എഴുതിയാ പറയാനും കഴിയൂല. അതുകൊണ്ട് നിർബന്ധമാണ് മുസ്ലിമീങ്ങളെ അറബി ഭാഷ പഠിക്കൽ. ഞാൻ സൂചിപ്പിക്കുന്നത് അറബി ഭാഷയുടെ ഗ്രാമറുകളും അതിന്റെ എല്ലാ കാര്യങ്ങളും തികഞ്ഞ് ഒരു ഭാഷാ പണ്ഡിതന്മാരായി എല്ലാവരും മാറൽ നിർബന്ധമാണെന്നൊന്നുമല്ല. മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അവന്റെ നിസ്കാരം ശരിയാവണ്ടേ, അവൻ ഖുർആൻ ഓതുന്ന മനുഷ്യനാവണ്ടേ, അവൻ ദിക്റുകൾ ചൊല്ലണ്ടേ, അവൻ സ്വലാത്തുകൾ അധികരിപ്പിക്കണ്ടേ, അവൻ തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും ചൊല്ലണ്ടേ, ദുആകളും ദിക്റുകളും നടത്തേണ്ടതില്ലേ? അവയൊക്കെയും റബ്ബ് സുബ്ഹാനഹു അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അറബി ഭാഷയിലാണ്. ആ കൂറും സ്നേഹവും പുലർത്തിക്കൊണ്ട് അതേ അർത്ഥങ്ങളും ഉദ്ദേശങ്ങളും നിലനിർത്തി നിനക്ക് പറയാൻ കഴിയണമെങ്കിൽ അറബിയത്ത് പഠിച്ചേ പറ്റൂ. അത് പഠിക്കാതെ നിർവാഹമില്ല.
അത് പഠിപ്പിച്ചോളൂ, സ്വന്തം മക്കളെ ട്രെയിൻ ചെയ്തോളൂ, സ്വന്തം കുടുംബത്തോട് നിർദ്ദേശിച്ചോളൂ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നതും നിങ്ങൾക്ക് ആഖിറത്തിൽ ഉപകാരമാണ്. അത് ഈ ദുന്യാവിലെ ശമ്പളം മോഹിച്ചുകൊണ്ടായിരിക്കരുത്. ദുന്യാവിൽ അറബികളായ നാട്ടിലല്ലേ ജീവിക്കുന്നത്, അറബി പഠിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ശമ്പളം കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടാവരുത്. ഇത് ഖുർആനിന്റെ ഭാഷയാണ്, ഇത് ഇസ്ലാമിന്റെ ദിക്റുകളുടെയും ദുആകളുടെയും ഭാഷയാണ്, ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഉച്ചരിക്കേണ്ട ഭാഷയാണ്. അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ എന്റെ ആഖിറം നഷ്ടമാണ്, എന്റെ ഖബർ ജീവിതം മോശപ്പെട്ടതായിരിക്കും എന്ന ഭയപ്പാടോടുകൂടി, നല്ല ഉദ്ദേശത്തോടുകൂടി നിങ്ങൾ ആ ഇൽമൊന്ന് പഠിച്ചെടുക്കണം. തെറ്റുകൂടാതെ വായിക്കാനെങ്കിലും അറിയണം എന്നാ ഞാൻ പറയുന്നത്. തെറ്റുകൂടാതെ വായിക്കാൻ അറിയാം എത്ര ആളുകൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ചിന്തിച്ചു നോക്കി. ഖുർആൻ തെറ്റുകൂടാതെ വായിക്കാൻ എനിക്കറിയാം എന്ന് പറയാൻ ധൈര്യമുള്ളവർ ആരാ ഉള്ളത്? സ്വന്തത്തോട് ചോദിക്കണം, എന്നിട്ട് തിരുത്തണം. സുഹൃത്തുക്കളെ, തിരുത്തണം. നമ്മളല്ലാതെ ആരാ തിരുത്തുക? അതുകൊണ്ട് ഈ ഭാഷയുടെ പ്രത്യേകത, അത് പൂർവികരായ പണ്ഡിതന്മാരും സഹാബത്തും ഒക്കെ കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരു പാരമ്പര്യമുണ്ട് ഇതിന്. അത് വളരെ കൃത്യമായി നമ്മൾ പാലിക്കണം. ഇനി ഇതൊക്കെ അല്ലാഹു തആല ഇത് പറയുന്നതിന് ഞാൻ അറബി ഒരാൾ പഠിച്ചു, അല്ലെങ്കിൽ ഒരാൾ നല്ല കളറായി, അല്ലെങ്കിൽ ഒരാൾ ഏറ്റവും മുന്തിയ തറവാട്ടുകാരനായി, അതുകൊണ്ടൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷയില്ല. ഇന്നാ അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ഉദാരനും മാന്യനുമൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ളവനാണ്. ലാ ഫളല ലിഅറബിയിൻ അലാ അജമിയിൻ വലാ ലിഅബിയദ അലാ അസ്വദ, നിങ്ങളിൽ അറബിക്ക് അനറബിയേക്കാൾ ഒരു ഫളലുമില്ല, അറബിക്ക് അനറബിയേക്കാൾ ഒരു മഹത്വവുമില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു മഹത്വവുമില്ല. കുല്ലുക്കും മിൻ ആദം, നിങ്ങളൊക്കെയും ഒരേ ആദമിന്റെ സന്തതികളാണ്. വ ആദമു മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് വെറും ഭാഷ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരാൾ നല്ല തറവാടിത്തമുള്ളവനാണ്, അല്ലെങ്കിൽ നല്ല കളറുള്ളവനാണ്, അല്ലെങ്കിൽ എന്റെ ഭാഷ സംസാരിക്കുന്നവനാണ്, അതുകൊണ്ടൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ മഹത്വമില്ല. അല്ലാഹു ഇതെല്ലാം ഉള്ളതോടൊപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അത്ഖാക്കും, നിങ്ങളിലേറെ ഭക്തി ആർക്കാണ്, പടച്ചോനെ പേടി ആർക്കാണ്. അപ്പൊ ഇത് ആയത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നാം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും അറബി ഭാഷ നന്നായി പഠിക്കണം എന്ന് പറയുന്നതും അതിന്റെ ഉച്ചാരണത്തോട് കൂറുപുലർത്തണം എന്ന് പറയുന്നതും ഒക്കെ എന്തിനാണ്? തഖ്വയുണ്ടാകാൻ, അള്ളാഹനെ മനസ്സിലാക്കാൻ, പടച്ചോനെ പേടിയുള്ളവരാകാൻ. പടച്ചോനെ പേടി ഉണ്ടാകുമ്പോൾ മുത്തഖിയാകും. അങ്ങനെ മുത്തഖിയായാലോ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കും. ഈ ഉദ്ദേശാർത്ഥം സുഹൃത്തുക്കളെ നാം ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വഹിക്കുകയും വേണ്ടുന്ന പരിഹാരങ്ങൾ എന്താണെങ്കിൽ ഓരോരുത്തരും ചെയ്തേ പറ്റൂ. കാലഘട്ടം വളരെ ദുഷിക്കുകയാണ്, ഖുർആനിൽ നിന്ന് അകലുകയാണ്, അതിന്റെ ലിപികൾ മാത്രം ബാക്കിയാവുകയാണ്. അതിനോട് കൂറുപുലർത്തുന്ന സ്നേഹമുള്ള പാരായണം ചെയ്യുന്ന പഠിക്കുന്ന ആളുകളുടെ എണ്ണം അത് പഠിക്കാത്തവരുടെ എണ്ണത്തെ അപേക്ഷിച്ച് വളരെ 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 താഴേക്കിടയിലേക്ക് പോവുകയാണ്. അതിനാൽ മാറ്റം വരുത്തുക. അള്ളാഹുവിന്റെ റഹ്മത്ത് വേണോ? പടച്ചവനിൽ നിന്ന് ബറക്കത്ത് വേണോ? ഈ ലോകമല്ല ബറക്കത്തിന്റെയും റഹ്മത്തിന്റെയും കേന്ദ്രം, അതിന്റെ ആത്യന്തികമായ കേന്ദ്രം പരലോകമാണ്. അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടി, അവിടുത്തെ സുരക്ഷിതത്വത്തിന് വേണ്ടി, അവിടുത്തെ സമാധാനത്തിന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചിരുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ഭാഷയെ പഠിക്കാനും അതിന്റെ ഉച്ചാരണത്തോട് കൂറുപുലർത്താനും അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കുന്ന ഇബാദത്തുകളെ കുറ്റമറ്റതാക്കി തീർത്തുകൊണ്ട് പുണ്യവാന്മാരായി അള്ളാഹുവിന്റെ അടുക്കൽ തഖ്വ നേടിയവരാകാനും നാം പരിശ്രമിക്കുക. അർഹമർ റഹീമീനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ വീഴ്ചകൾ പുറത്തു തന്നുകൊണ്ട് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ചു ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സൂറത്തൽ കഹ്ഫി യൗമൽ ജുമുഅ അദാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅതൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖറഅ സൂറത്തൽ കഹ്ഫി, ആരെങ്കിലും അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്താൽ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, അദാഅ ലഹു, അവന് പ്രകാശം നൽകുന്നതാണ്, മിനൻ നൂരി, അല്ലാഹുവിന്റെ മഹനീയമായ അവന്റെ പ്രകാശത്തിൽ നിന്ന് അവർക്ക് പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതാണ്,